ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്രെഡൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണിത്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. 2 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും, പിന്നെ മല്ലിയില ആവശ്യത്തിന്, ബ്രെഡ് ഒരു 6 സ്ലൈസ്, 4 മുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡിൻ്റെ 4 വശമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പം ബ്രെഡിൻ്റെ 4 വശമെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റും പച്ചമുളകും എല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സിന് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ബ്രെഡെല്ലാം നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. മസാലയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയും ബ്രെഡും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കൂട്ടാക്കണേ. ഞാനിങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലാണിത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി ഒന്ന് പൊരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോസ് കൂട്ടിക്കഴിക്കാൻ ഇത് അടിപൊളിയാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ക്യാരറ്റ്, സവാളയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞുകൂടെ വെക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.